10-20 വരുന്ന ഈ ഫിഗർ ഒരു എന്താണ് ഒരു സൂചന, ഒരു ട്രെൻഡാണെന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ളതല്ല. ഇനിയിപ്പം മാരകമായ മത്സരമല്ല എന്ന് ഉറപ്പിക്കാം. NDA ക്യാമ്പ് അമ്പരനിരിപ്പാണ്, ഒരു തർക്കം അക്കാര്യത്തില്ല. ഉറപ്പായും ഇനിയിപ്പോ അവരുടെ ഇന്റേണൽ കണക്ക് ഇപ്പൊ രാവിലെ രാധാകൃഷ്ണൻ സംസാരിച്ച് പറയുന്നുണ്ടായിരുന്നു, RSSന്റെ കണക്കെന്നൊക്കെ പറയുന്നത് അത്രയും വലിയ കണക്കുണ്ടോ എന്ന് സംശയം അവർക്കുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോ ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്ത കണക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം എക്സിറ്റ് പോൾ കാണുമ്പോൾ 400 പറഞ്ഞ 3 എക്സിറ്റ് പോളുകളാണ്. അതും മൈൻഡ് ആക്സസ് പോലെ 100% ട്രാക്ക് റെക്കോർഡ് ഉള്ള. പക്ഷേ ആക്സിസ് മൈൻഡ് ബംഗാൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ മുന്നേറ്റം ഇതുപോലെ പ്രവചിച്ചതാണ്. ഇവിടെ അതിന് ആ കണക്ക് അടുത്തെവിടെയും എത്തിയിരുന്നില്ല. അപ്പോൾ 100% പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും വിശ്വസിക്കാവുന്ന ഒരു ഏജൻസി പറഞ്ഞതാണ്. അപ്പോൾ BJP പ്രവർത്തകരും അതേ ആവേശത്തിൽ അതേ ആത്മവിശ്വാസത്തിലായിരുന്നു. പക്ഷേ ഇവിടെ കാര്യങ്ങൾ 288 NDA, 223 ഇന്ത്യ സഖ്യം ഗ്രൗണ്ടിൽ ബീഹാറിലാവട്ടെ, പഞ്ചാബിലാവട്ടെ, UPയിലാവട്ടെ, എല്ലാ സ്ഥലങ്ങളിലും ഗ്രൗണ്ടിൽ ഇന്ത്യ സഖ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കാഴ്ച. അത് വിജയത്തിലേക്ക് എത്തുമോ എന്നത് കാത്തിരുന്ന് കാണണം. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ മുന്നേറ്റമാണ്, ഏകപക്ഷീയമാണ് എന്ന് പറഞ്ഞാൽ വാരണാസിയിൽ സാക്ഷാൽ നരേന്ദ്രമോദി പോലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയറാക്കി പിന്നിൽ പോയെങ്കിൽ എന്താണ് അവർ നേരിടുന്ന വെല്ലുവിളി, എന്താണ് ഇന്ത്യ സഖ്യം കൊടുക്കുന്ന കടുത്ത പോരാട്ടം എന്ന കാര്യം തിരിച്ചറിയാവുന്നേ ഉള്ളൂ. NDA 289, ഇന്ത്യ സഖ്യം 223, മറ്റുള്ളവർ 32. കേരളത്തിൽ കേരളത്തിലേക്ക് വന്നാൽ UDF 17, LDF 1, NDA 2. ഹൈബിയുടെ 80,153 വോട്ട് ഭൂരിപക്ഷം. എറണാകുളത്ത് UDF ബഹുദൂരം മുന്നിലാണ്. അത് അപ്രതീക്ഷിതമല്ല, എറണാകുളത്ത് ഓൾമോസ്റ്റ് പ്രതീക്ഷിതമാണ്. ആന്റോണിയുടെ ലീഡ് 5,829 ഉയർന്നിട്ടുണ്ട്. രാധാകൃഷ്ണന്റെ ലീഡ് ആലത്തൂരിൽ 7,649 ഇപ്പോൾ. ട്രിവാൻഡ്രത്തെ BJP ഓഫീസാണ്. പിരിമുറുക്കം ഉണ്ടാകും, കാരണം NDA 2 ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്തെ ലീഡ് വളരെ നേർത്ത ലീഡാണ്, എപ്പോൾ വേണമെങ്കിലും മാറി മറിയാവുന്നതാണ്. രാജീവ് ചന്ദ്രശേഖരൻ 1,646 വോട്ടുകൾക്ക് മുന്നിൽ തിരുവനന്തപുരത്ത്. രാജീവ് ചന്ദ്രശേഖരൻ 1,646 വോട്ടുകൾക്ക് എന്ന് പറഞ്ഞാൽ 1,500 മുകളിലേക്ക് രാജീവ് ചന്ദ്രശേഖരൻ ലീഡ് ഉയർത്തുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്നു NDA സ്ഥാനത്ത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വളരെ സന്തോഷത്തോടു കൂടി വളരെ റിലാക്സ്ഡ് ആയി ഇരുന്ന് വോട്ടെണ്ണൽ കാണുന്നുണ്ട്. കാരണം ആശങ്കയ്ക്കൊന്നും വകയില്ലാത്ത തരത്തിൽ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആന്ധ്രാപ്രദേശിൽ TDPയുടെ വിജയം ഉറപ്പിച്ച് പ്രവർത്തകർ NDR ഭവനിൽ TDP സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. അവിടെ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുന്നു എന്ന വിവരം വരുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ 7 സീറ്റിൽ ശരത് പവാറിന്റെ NCP മുന്നിലാണെന്ന് പറയുന്നു. ദേശീയ ടാലി 290, NDA 290, ഇന്ത്യ സഖ്യം 222, 222, അത് 31, 290, 222, 31. കേരളത്തിലേക്ക് വന്നാൽ UDF 17, LDF 1, NDA 2. കേരളത്തിൽ NDAയുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് വീണ്ടും ഉയർന്നിട്ടുണ്ട്. 1995 2000 നീങ്ങുന്നുണ്ട്. അതിനിടയിൽ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ TDPയുടെ വിജയം ഉറപ്പിക്കുന്നു പ്രവർത്തകർ. NDR ഭവനിൽ TDP സംസ്ഥാന എന്ന് പറഞ്ഞാൽ ആ ദൃശ്യ പ്രേക്ഷകർ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളുകൾ ഇങ്ങനെ പറഞ്ഞതല്ല. എക്സിറ്റ് പോളുകൾ ഫലങ്ങൾ തള്ളിക്കൊണ്ട് YSR പറഞ്ഞതാണ്, ഞങ്ങൾ അധികാരം അല്ല തിരിച്ചു TDPയുടെ വിജയം ഉറപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോൾ തള്ളുക ജഗൻമോഹൻ പക്ഷെ സംഭവിക്കുന്നതല്ല. എക്സിറ്റ് പോൾ ശരിവെച്ചുകൊണ്ട് TDP വിജയം ഉറപ്പിക്കുന്നു പ്രവർത്തകർ. YSR അവിടെ എന്തോ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയതാണ്. അതിപ്പോ എന്താവെന്ന് അറിയില്ല. ഓവർ കോൺഫിഡൻസ്. NDA 291, ഇന്ത്യ സഖ്യം 221, മറ്റുള്ളവർ 31. UDF 17 കേരളത്തിൽ, LDF 1, NDA 2. കൊല്ലത്ത് പ്രേമചന്ദ്രന്റെ ലീഡ് 12,350 ഉയർന്നിരിക്കുന്നു. നാട്ടുകാർ വോട്ട് ചെയ്യാത്തതിന് ഫാൻ അടിച്ചു പൊട്ടിച്ചൊരു കാര്യമല്ലോ. ആവേശം കളയാൻ വെച്ച ഫാൻ വല്ലതും ആയിരിക്കും. അമ്പാനെ ഫാൻ അടിച്ചു പൊട്ടിക്കല്ലേ. 19,411 ആയിട്ടുണ്ട്. 19,411 കൊല്ലത്ത്. അപ്പോ അതും ഏതാണ്ട് ഒരു നല്ല ലീഡിലേക്ക് അവിടെ എത്തുന്നുണ്ട് അദ്ദേഹം. ആന്റണിയുടെ ലീഡും ഇപ്പോൾ ഏതാണ്ട് 6,000 കടന്നിട്ടുണ്ട്. അവിടെ അനിൽ ആന്റണി 3ാം സ്ഥാനത്താണ്. അനിൽ ആന്റണി 2ാം സ്ഥാനത്ത് എത്തുമെന്നൊക്കെ ചില പോളുകളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനല്ല, 3ാം സ്ഥാനത്താണ്. തിരുവനന്തപുരത്ത് 1,995 വോട്ടുകൾക്കാണ് ഇപ്പോൾ NDA സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നത്. പൊന്നാനിയിൽ UDFന്റെ ലീഡ് 34,408 ആയിട്ടുണ്ട്. വിജയകുമാർ, നമുക്ക് ദേശീയ ടാലിയിലേക്ക് ഒന്ന് പോകാം. സംഘടിതമായിട്ട് NDA 292, ഇന്ത്യ സഖ്യം 221, കോറസ് ശരിയല്ല. ഇന്ത്യ മുന്നണി 290,
1. പണിയാണെന്ന് മനസ്സിലായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ ലോക്സഭയിലേക്ക് നടന്ന 543 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 293 ഇടങ്ങളിൽ NDA മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യ മുന്നണി 220 മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു. കട്ടയ്ക്കുള്ള മുന്നേറ്റമായിരുന്നു. എന്നാൽ ഇന്ത്യയെ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 293 ഇടങ്ങളിൽ നല്ല ഭേദപ്പെട്ട നിലയായിരിക്കുന്നു. ഇനിയും പറയാൻ കഴിയില്ല, കാര്യം ഇപ്പോഴിവിടെ അല്ലേ ഭൂരിപക്ഷങ്ങൾ മാറി മറിയാണ്. അപ്പൊ കേരളത്തിലേക്ക് വന്നാൽ 17 മണ്ഡലങ്ങൾ UDF ലീഡ് ചെയ്യുന്നു. LDF ഒരിടത്ത് മാത്രം, അതായത് ആലത്തൂരിൽ K. രാധാകൃഷ്ണൻ മാത്രമാണ് ഇപ്പോൾ ഒരു ഫേസ് സേവർ അല്ലേ, മുഖം രക്ഷിക്കാൻ രാധാകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 NDA ലീഡ് ചെയ്യുന്നു. തൃശ്ശൂരിലും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരം, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ലീഡ് വളരെ മെച്ചപ്പെട്ടിരിക്കുന്നു. 20,000 കടന്നിരിക്കുന്നു. കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളി 10,406 വോട്ടുകൾക്ക് പിന്നിലാണ്. മറന്നുപോകരുത്. NDA 293 ഉയർത്തുന്നു ലീഡ്. ഇന്ത്യ സഖ്യം 290 വീണ്ടും 293 NDA ഉയർത്തുന്നു. ഇന്ത്യ സഖ്യം 220 എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ 305 നിന്നും താഴേക്ക് ഇറങ്ങി വന്നതാണ്, പിന്നീട് പിന്നെയും കയറുന്നു. അങ്ങനെ മാറി മറിയുന്ന സഖ്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഏകപക്ഷീയമായ എക്സിറ്റ് പോളുകൾ പറഞ്ഞ 400 പാർ ഏകപക്ഷീയതൊന്നും അല്ല. ഇവിടെ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശവാദ പ്രഖ്യാപനം പോലെ 400 പാർ ഏകപക്ഷീയമല്ലെന്ന ഉറപ്പാണ്. അവിടെ ഇന്ത്യ സഖ്യം ഗ്രൗണ്ടിൽ നല്ല ഫൈറ്റ്, അസാധ്യമായ ഫൈറ്റ് അവിടെ കൊടുക്കുന്നു. 294 219 താഴുന്നു ഇന്ത്യ സഖ്യം. എങ്കിൽ കൂടിയും UP യിലും ബീഹാറിലും അടക്കം 200 കടക്കില്ല ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ ഒറ്റ പോൾ പോലില്ല. പോളിൽ നിന്ന് വ്യത്യസ്തമായി അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്നു ഇന്ത്യ സഖ്യത്തിന്. ഇപ്പോൾ 294 295 NDA 218 താഴുന്നു ഇന്ത്യ സഖ്യം. കുറച്ചുകൂടി ഇന്ത്യ സഖ്യം ഇപ്പോൾ NDA സഖ്യം അവരുടെ നില മെച്ചപ്പെടുത്തുന്നു. കേരളത്തിലേക്ക് വന്നാൽ UDF 17, LDF 1, NDA 2. പിന്നിലാണ് 679 വോട്ടുകൾക്കാണ് അദ്ദേഹം പിന്നിൽ. നേരത്തെ ഒരു ഘട്ടത്തിൽ മുന്നിലായിരുന്നു. തൃണമൂൽ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. മുർഷിദാബാദിൽ CPM സ്ഥാനാർത്ഥി മുഹമ്മദ് സലീം 679 വോട്ടുകൾക്ക് പിന്നിൽ. കേരളത്തിൽ ഇപ്പോൾ NDA 2 സ്ഥലങ്ങളിലും LDF 1 സ്ഥലത്തും ലീഡ് ചെയ്യുന്നു. 2-1. BJP അക്കൗണ്ട് തുറക്കുമോ എന്ന് ചോദിച്ചവർക്ക്, BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞവർക്കും കടുത്ത വെല്ലുവിളി ഉയർത്തി 2 ഇടങ്ങളിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തൃശ്ശൂർ സുരേഷ് ഗോപിയും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് ഇപ്പോൾ 21,274 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. 21,000-ലധികം വോട്ടുകൾക്ക് ലീഡ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥി നിലനിർത്തിയിരിക്കുന്നു. അതുപോലെ സുരേഷ് ഗോപി ലീഡ് എല്ലാ റൗണ്ടിലും 1000-2000 വീതം ഉയർത്തുന്നുണ്ട്. 2ാം റൗണ്ടിലാണ് ഇപ്പോൾ വോട്ടെണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 21,000-ലധികം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ. തൃശ്ശൂർ ഞാനിങ് എടുക്കും എന്ന് പറഞ്ഞതിന് ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പറയാറായിട്ടില്ല. K. മുരളീധരൻ ഇപ്പോൾ അവിടെ 21,274 വോട്ടുകൾക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ പിന്നിലാണ് എന്ന വാർത്ത വരുന്നു. അതുപോലെ M. അബ്ദുൽ സലാം പൊന്നാനി 52,000 സുരേഷ് ഗോപിയുടെ ലീഡ് 23,618 ഉയർന്ന SK. 23,000 ചെറുതായിട്ട് 1000-2000 വീതമൊക്കെ ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം ലോക്സഭാ കക്ഷി നില ആകെയുള്ള മണ്ഡലങ്ങൾ 543, NDA 291, ഇന്ത്യ 221. അവിടെ 220 പിടിച്ചങ്ങ് നിൽക്കുകയാണല്ലോ. അല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.